ഒരു 50 വയസ്സ് വരെ പെണ്ണില്ലാതെ ജീവിച്ചിരിക്കുന്നത്. മറ്റവൻ്റെ നമ്പർ എന്തായിരുന്നു ഗൈസ്? ഏതായിരുന്നു അവസാനം നമ്മളെ വിളിച്ചൊരു പയ്യനില്ലേ, അവൻ്റെ നമ്പർ ഏതായിരുന്നു അവസാനം? 784 ഇതല്ലേ? ഹലോ. ഹലോ ഹലോ വസണ. എടാ എവിടെ ഉണ്ടാ? ഞാൻ ഇലക്ട്രിക്കലുണ്ട്, ഞാൻ കൂടെ വരണ്ടേ? ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലോട്ടൊന്ന് വരുമോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്താ പറഞ്ഞേ? ഹലോ കാണാൻ പറ്റും? കേറിക്കണ്ടോ. ഇല്ല കുഴപ്പമില്ല, കേറിക്കണ്ടോ. പരന്തോസം അല്ലേ? അതെ ദിവസം. എന്റെ ഒരു ജോർജ് കുട്ടി. ഓ ജോർജ് കുട്ടി, കേറിക്കണ്ടോ. താങ്ക് യു. The number you have dialed cannot be reached. Please. The number you have dialed cannot be. The number you have dialed cannot be reached. ആവശ്യത്തിന് വിളിച്ച ഇവളെ ഒന്നും The number you have കിട്ടൂല. dialed cannot be reached. Please try again later. ബ്ലോക്ക് അല്ലേ? ബ്ലോക്ക് അല്ലടാ, The number you have അത് dialed. പേര് മാത്രം ബ്ലോക്ക് ആണ്. Please try again later. The number you have dialed cannot be reached. പ്ലീസ് ഒഴിവാക്ക്, ബോറടിക്കുന്നു. പ്ലീസ് എന്ത് ഒഴിവാക്കാൻ? ഇതാ സൈഡിൽ നിന്ന് നിന്നെ എന്തെങ്കിലും നിന്റെ സ്ഥാനത്ത് ചോണ്ടുന്നോ? അതാ സൈഡിൽ നിൽക്കുമല്ലേ, എന്ത് ഒഴിവാക്കി ഇത്ര? Cannot be reached. Please try again later. The number you have dialed cannot be reached. നിന്നെ ഞോണ്ടണ അതെന്തേലും ചെയ്യണം. അതിങ്ങനെ കൂടെ നടന്നോളൂ, ഒന്നും ചെയ്യൂലത്. അത് സംസാരിക്കുന്നൊന്നും ഇല്ലല്ലോ. അവനെ ഇടിച്ച് മതിലിൽ ഇപ്പൊ കൊല്ലാണ്. എന്റെ ഡെല്ലുവിന്റെ ഒരു ദേഹത്ത് കൈവെക്കാൻ നീ ആരാടാ? നല്ല വിഷമമുണ്ട് ഇവനൊക്കെ. ആ പെണ്ണ് വരുന്നില്ലടാ ഇപ്പം. ഇപ്പൊ സിറ്റിയിലെ മറ്റേ ഗേൾ ഫ്രണ്ട് ഇല്ലാത്തവർക്ക് സിറ്റി സൈഡിൽ സിറ്റിയിലെ പെണ്ണില്ലാത്തവന്മാർക്കോ? പോണം. അണ്ണനില്ല അണ്ണനെ 12 മണി ആവാറായല്ലേ? സ്നേഹം പിന്നെന്താ വാലന്റൈൻസ് ഡേ ധൃതി ഇത്ര പെട്ടത്? അല്ല ഇന്ന് ആരല്ലോ ഒന്ന് സ്നേഹം ഒന്ന് ഇൻഫോം ചെയ്യണേ ഗൈസ്. 11:50 ചന്ദ്രൻ സിറ്റിന്ന് ഇറങ്ങിയെന്ന് ഇൻഫോം ചെയ്തില്ല. ബാക്കില് കമാൻഡ് കൊടുക്ക്. എടാ 24 മണിക്കൂർ തോളത്ത് വെച്ചോണ്ട് നടക്കുന്ന നീ മിണ്ടല്ലേ? നീ എന്നോട് സംസാരിക്കല്ലേ? വേറെ ആരെങ്കിലും സംസാരിച്ച പ്ലീസ് എന്റെ അടുത്ത്. മുച്ചിറി സിഗ്മയാണോടാ? റിയൽ സിഗ്മ സത്യമായിട്ടും. നിനക്ക് ആ ജട്ടി മോത്തിട്ട് പറയാൻ ഏബലെ വാടകയ്ക്ക് പെണ്ണുങ്ങളെ എടുത്തോണ്ട് വന്നത് നീ. അത് പൈസക്ക് അത്യാവശ്യം വന്നപ്പോ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്തോണ്ട്. മുച്ചിറി നീയാണോടാ റിയൽ സിഗ്മ? ഞാൻ കണ്ടത് റിയൽ സിഗ്മ. എന്നെ ഒരു പെണ്ണ് പ്രൊപ്പോസ് ആക്കി, ഞാൻ അങ്ങ് റിജക്ട് ചെയ്തു. നീ എന്തിനാ നാക്ക് വെളിയിലിട്ടേക്കുന്നേ? ചൂടാ ചൂട് എടുത്തോ? നാക്ക് വെളിയിലിടുവോ? ആ ഉള്ളില് ഭയങ്കര ചൂട്. പട്ടി ഇടാറുള്ളത് പട്ടി പലവിധമുണ്ട്, മനസ്സിലായ? കൊറേ ഒരു പയ്യൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കാണാൻ. ഹലോ നമസ്കാരം. ബ്രോ ആണ് ഇപ്പൊ വിളിച്ചേ? ഞാൻ തന്നെ. എടാ ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ സംസാരിച്ചിട്ട് വരാം. എടാ ഒരു മിനിറ്റ്. വാ കേറി. ബ്രോ പറഞ്ഞോ. ഞാനേ ഫസ്റ്റ് വിളിച്ചിട്ട് പേടിയായിട്ട്. ഇല്ല പേടിക്കൊന്നും വേണ്ട. നമ്മളാരും ഒന്നും ചെയ്യില്ല, പറഞ്ഞു. അല്ല അതല്ല അണ്ണനോട് സംസാരിക്കാം. ഞാനേ കോഹ്ലിയുടെ പറഞ്ഞത് പണ്ട് സംസാരിച്ചിട്ടുള്ളതുകൊണ്ടാണ് ശരിക്കും പേഴ്സണൽ കാര്യം പറയാൻ വന്നേ.
ഓ പറഞ്ഞോ. ഞാൻ കുറച്ചൊരു 2 മാസമായിട്ട് നടക്കണുണ്ട് ഇവിടെ അണ്ണന്റെ പിന്നാലെ. അപ്പൊ ഞാന് നമ്മൾ ഗ്യാങ്ങിന്ന് ഇറങ്ങിയിട്ട് കുറച്ചാളായി. അപ്പോ ഇവിടെ പണിയൊന്നുമില്ല സിറ്റിയില്. ഞാനാണെങ്കി കുറച്ച് നാളെ അണ്ണന്റെ പിന്നാലെ എനിക്ക് പറ്റുന്നല്ലാണ്. ഞാൻ അണ്ണനെ ഭയങ്കര റോൾ മോഡലായിട്ട് കണ്ടതാണ്. ആരാധകൻ അപ്പുറം റോൾ മോഡൽ. അതായത് അണ്ണനെ പോലെ ആവണം എന്ന് ഞാൻ ഒരുപാട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഏജിലും ആയിരുന്നപ്പോഴും അതൊക്കെ കഴിഞ്ഞപ്പോഴും. പക്ഷെ എനിക്ക് ഇങ്ങനെ എനിക്ക് അണ്ണനെ പറ്റി പഠിക്കണം എന്ന് ഓർത്ത് ഞാൻ കുറച്ച് ആള് അണ്ണനുള്ളപ്പോഴൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ സൈഡിലും പിന്നിലും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. എനിക്ക് അണ്ണൻ മറ്റേ ഒരു കുട്ടിയായിട്ട് മറ്റേ ഒരു കടലുള്ള സ്ഥലമല്ലല്ലോ, ഒരു ഫിഷിങ്ങിന്റെ സ്ഥലത്തൊക്കെ പോയപ്പോഴൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ശ്രദ്ധിച്ചില്ല. ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കൽ. ആണല്ലേ? ഞാൻ കണ്ടില്ല അത്. പറഞ്ഞോ. എന്തായാലും ഞാൻ പറ്റില്ല. ഞാൻ വേറെ പറയാൻ വന്ന വെച്ചാൽ അണ്ണാ എനിക്കൊരു ജോലി തരുമെന്ന് വെക്കാൻ. ജോലി തരാൻ നമുക്ക് ഇവിടെ കറന്റ് അങ്ങനെ ജോലി തരാനായിട്ട് ഒന്നും ഇല്ലടാ. നമുക്ക് ഇപ്പൊ സ്ലോട്ട് നമ്മുടെ അത് ഫുള്ളാ. ഗ്യാങ് കയറാനുള്ള ആവശ്യമുണ്ടോ? ഞാൻ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയത് തന്നെ എനിക്ക് ഏജിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പണിയാവും എന്ന് ഓർത്തിട്ടാ കോ ലീഡറായിട്ട് തന്നെ. ഞാൻ അണ്ണനോടെ ചോദിച്ചേ, ഗ്യാങ്ങിന്റെ കാര്യത്തിനല്ല. അതെന്താന്ന് പറഞ്ഞുതരാം. ഒരു സെക്യൂരിറ്റി ജോലി, ഒരു പേഴ്സണൽ സെക്യൂരിറ്റി. അത് മറ്റൊന്നുമല്ല, അതിന് എനിക്ക് അണ്ണനെ പഠിക്കാൻ പറ്റും കുറച്ച്. ഞാൻ നോക്കട്ടെ. നമുക്ക് ഒരു കോ ലീഡർ ഉണ്ട്, പുള്ളിയുടെ അടുത്തൂടെ എനിക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. ആരാ? ചന്ദ്രനാണോ? ചന്ദ്രൻ. അയ്യോ, എനിക്ക് ഓർമ്മയുണ്ട്. വേറൊരു കോ ലീഡർ ഉണ്ടേ നമുക്ക്, ബാബു നമ്പൂതിരി. അയ്യോ ബാബു ശരി. അയ്യോ അണ്ണ എനിക്കറിയാം. ചന്ദ്രനായിട്ടൊക്കെ ഉണ്ടായ ഇഷ്യൂ ഞാനായിരുന്നു നമ്മുടെ സംസാരിച്ചത്. ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. ഓക്കെ മനസ്സിലായി. ഞാൻ എന്തായാലും ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറയാടാ. ഇപ്പൊ ഗ്യാങ് സ്ലോട്ടിലെ കാര്യം നിനക്ക് അറിയാലോ ഓൾറെഡി. 35. അതുപോലെ ബാലനൊക്കെ ഇപ്പൊ മാമനൊക്കെ ഇപ്പൊ ആക്റ്റീവ് ആണ്. മാമനെയൊക്കെ തിരിച്ചെടുത്ത് ഇടാൻ വേണ്ടിട്ട് ഒരാളെ മാറ്റേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥയാ. അയ്യോ അല്ല അണ്ണാ, ഞാൻ ഗ്യാങ് ഞാൻ ചുമ്മാ പറഞ്ഞ കേസ്. അല്ലാതെ ഇവരുടെ ചുമ്മാ ചന്ദ്രനെ താക്കാൻ പറഞ്ഞ. അങ്ങനെയല്ല, ഈ ഗ്യാങ്ങിൽ ഇപ്പൊ കേറിയാലും എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. മറ്റേ സെറ്റപ്പ് വല്ലതാണോ? ആ സാധനമാണോ നീ? അയ്യോ അല്ലല്ല, എനിക്ക് അണ്ണനോട് മാത്രമേ അന്നോട് മാത്രമോ? എന്ത് ജോലി ചോദിച്ചു വന്നതാടാ. നമ്മളെ അണ്ണനെ വെറുതെ തെറ്റ്. അതൊരു ജോലി ഡ്രസ്സൊക്കെ മാറിയല്ലേ? എനിക്ക് മനസ്സിലായില്ലല്ലോടാ. ഞാനൊന്ന് നീ ഇവന്റെ കൂടെ വന്നായിരിക്കും. നിന്റെ ലുക്കൊക്കെ മാറിയല്ലോ, കണ്ണാടിയൊക്കെ വെച്ച്. ഇതെന്താ? ലൈഫ് ഈസ് ലൈക്ക് റൈഡിങ് എ ബൈസൈക്കിൾ. ടു കീപ് യുവർ ബാലൻസ് യു മസ്റ്റ് കീപ് മൂവിങ്. വാലന്റൈൻസ് ഡേ ഒന്ന് മോട്ടിവേഷൻ ആയിട്ട് വന്നേക്കണ നീ. പെണ്ണില്ലല്ലോ അണ്ണേ. എടാ നീ കള്ളനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നീ എന്റെ അടുത്ത് വരുമ്പോ മാത്രം നീ ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് നീ രാത്രി മുതുക്കിക്കൂടെ ഓരോ അവളുമാരെയും കൊണ്ട് നടക്കുന്നതാണ് എന്റെ അടുത്ത്. അണ്ണ ചുമ്മാ ഞാനില്ല അണ്ണ. ഇവിടെ സിറ്റി പെണ്ണിന്റെ കൂടെ നടക്കാത്ത ഒരേ ഒരാള് ഞാനാണ്. നമ്മുടെ ഗ്യാങ്ങിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് LX2. ആനിമൽ മോളസ്റ്റർ പെണ്ണ് അവന് മൃഗങ്ങളെയാണ് ഇഷ്ടം. അവൻ ആനിമൽ മോളസ്റ്റർ ആണ്. കേസ് വരും ഉറപ്പാണ്. ഞാൻ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം കേട്ടാ. അയ്യോ എനിക്ക് കുറച്ച് ഇന്ന് വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ. ഗ്ലാസിന്റെ ഒരു കുറവുണ്ട്. ഗ്ലാസ് പിന്നെ ഗ്ലാസ് അവിടെ മുമ്പേ മറ്റേ ഇതുണ്ട്. മുമ്പേ അവിടെ ഒരു അടി കിട്ടിയപ്പോ പോയതാ. പെൺപിള്ളേരൊന്നും കണ്ടില്ല. ആരും ഇല്ലടാ. എല്ലാരും സിറ്റിയിലെ ഭയങ്കര കാട്ടിലും മേട്ടിലും എല്ലാം പോയിരുന്നു സംസാരിക്കും. പുതിയ സ്ഥലമൊക്കെ കണ്ടോണ്ടാ? പുതിയ സ്ഥലമൊക്കെ വാലന്റൈൻ സ്പെഷ്യൽ പുതിയ സ്ഥലം. നീ റൗണ്ട് ഗ്ലാസ് എവിടുന്ന് വെച്ചറാ ഇത്?
അണ്ണ ഇത് മാസ്കിലുള്ളതാ, മാസ്കില് വാ നമുക്കിടാം. അണ്ണന് ഇതാ ചേരാണ്. അതാ ഇത് വലുതാ, പക്ഷെ മറ്റേതിലും വലുതാ. ഇല്ല കുഴപ്പമില്ല. എടാ ഞാൻ ഇന്ന് ഞാൻ അധികം നേരം ഉണ്ടാവില്ല, ഞാൻ ഇറങ്ങുക. ആ നാളെ പോവല്ലേ? നാളെ മലയ്ക്ക് പോകണം. അമ്മ നാളെ രാവിലെ ഡിസ്ചാർജാ. മാമനുണ്ടല്ലേ ആശ്വാമൻ. ആശ്വാമം വരും നാളെ വരും. എത്ര മണിക്ക് മല? രാത്രിയിലെ പോത്തുള്ളൂ കോശ്. വീട്ടിൽ നിന്ന് ഒരു 10 o'clock ഒക്കെ ആകുമ്പോ ഇറങ്ങും. അണ്ണ ഇവിടെ പെമ്പിള്ളേര് ഒരു പാർട്ടി ഉണ്ട് അണ്ണ, നമുക്ക് ബൗൺസേഴ്സ് ആയിട്ട് പോണം അണ്ണ. ഞാൻ ബൗൺസേഴ്സ് ആയിട്ടാ? മനസ്സിലായില്ല. അവർക്ക് അണ്ണ ഇത്തിരി പ്രൊട്ടക്ഷൻ വേണം നമ്മളായിട്ടുള്ളതല്ലേ. ഇവിടത്തെ പെമ്പിള്ളേർക്ക് നല്ലൊരു ആൾക്കാരായിട്ട് സിംഗിൾസിന് മാത്രമേ ഉള്ളൂ. ഒരു 8-9 പെമ്പിള്ളേര് കാണും. നിങ്ങള് പോയിട്ടോ? പോണ കേസല്ല. ഞാൻ ആകെ ഭയങ്കര ഇതിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര എക്സോസ്റ്റഡാ. ഞാൻ ചുമ്മാ ഇതിലോട്ട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നു. പോകുന്നതിന് മുമ്പ് അണ്ണൻ എന്തെങ്കിലും ദേഷ്യം വല്ല ആരുടെയും തീർക്കാനുണ്ടോ? ഇല്ല ഒരാളോടും ഇല്ല. നീ വെറുതെ ആവശ്യമില്ലാതെ വിളിച്ചു തരല്ലേ. സാമിയാണേ ദേവി എന്റെ ഇതൊന്നും ചെയ്യല്ലേ. അണ്ണന്റെ ഉള്ളിൽ എന്തോ ഒരു ദേഷ്യം ഉണ്ട്. അണ്ണ വേഗം ഒരു സാധനം കൊണ്ടുതരും അണ്ണ. അരവണ പായസം കൊണ്ടുവരും. ഒരു പെട്ടിയോ? അല്ല ഒരു ക്യാൻ എടാ ഞാൻ പോയിട്ട് വരാവേ. ഞാൻ ഇറങ്ങാണേ. ഉമ്മ Love you, Uma.